ഇന്നൊരു അവധി കഴിഞ്ഞുള്ള വർക്കിംഗ് ഡേ ആണ്. നമ്മുടെ കുട്ടികളെല്ലാം ക്ലാസ്സിൽ എത്തിച്ചേരാൻ ഏകദേശം ഒരു 4:30, 4:45, ചിലപ്പോൾ 5 മണിയാവും. ഇവിടെ ആദ്യം മിക്കപ്പോഴും എത്തുന്നത് ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ എങ്ങനെ എപ്പോഴും വീഡിയോയിൽ വരാൻ ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു, ഇത് നമ്മുടെ പഞ്ചൻ ടെഡിയാണ് കേട്ടോ. നമ്മുടെ റിച്ചുവിനെ ഭയങ്കര പരാതിയായിരുന്നു, ഇതിനകത്ത് പേന ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് ഞെരുങ്ങിയാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ പേനയെല്ലാം ഇതിനകത്തോട്ട് മാറ്റാമെന്ന്. അപ്പം ഇന്നത്തെ ആയുധമായിട്ട് ഞാൻ ഈ പേനകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഈ കാണുന്ന കിച്ചുവിന്റെ വീട് എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിന്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യനോട് ഉണ്ടെന്ന്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ബുക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് രാവിലെ തന്നെ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ. ഇന്ന് സ്കൂളിൽ നടന്ന എക്സാമിന്റെ കാര്യമാണ് കിച്ചു പറയുന്നത്. ഞാൻ കൊടുത്ത വർക്ക് എന്ന് പറയുന്നത് കുറച്ച് കടങ്കഥകളും അതിന്റെ ആൻസറും ഉണ്ട്. അതിന് ചേരുമ്പടി ചേർക്കണം. അതുപോലെ മഞ്ഞളിനെ കുറിച്ച് സ്വന്തമായിട്ടൊരു കടങ്കഥ എഴുതാനൂടാണ് കൊടുക്കുന്നത്. നമ്മുടെ മർവയ്ക്കും റിച്ചുവിനും EVS ആയിരുന്നു വിഷയം. കുറച്ച് കൂടുതൽ പഠിപ്പിക്കാനുണ്ടത്. അമ്പാടിക്കുന്ന അമ്പാടിയുടെ സ്വന്തം സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ് ആണ് കേട്ടോ. അവന് മാത്സ് ഇഷ്ടമായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കിച്ചു ഒരു പോസ്റ്റർ ചെയ്തുകൊണ്ട് വന്നത്. വിഷയം പരിസ്ഥിതി മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ഈ പെങ്കൊച്ച് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതാണ് അവളെ വരച്ചു വെച്ചേക്കുന്നത്. എല്ലാവരും അവരവരുടെ വർക്കിൽ മുഴുകിയിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. 7ാം ക്ലാസ്സുകാർ അപ്പുറത്തിരുന്ന് നോട്ട് എഴുതുന്നു. ഇന്ന് പഠിപ്പിക്കാനിരുന്നപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാമെന്ന്. സാധാരണ ഇവർക്കിടയിൽ നിന്ന് എനിക്ക് പോകാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് പഠിപ്പിക്കാന്ന് വിചാരിച്ചു. റിച്ചുവിനെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് പിടിച്ചിരുത്തുന്നത്. റിച്ചുവിന് EVS നല്ല ടഫായിട്ടാണ് റിച്ചു പറയുന്നത്. അതൊന്നും മാറ്റിയെടുക്കണ്ടേ നമുക്ക്? പഠിക്കാൻ 2 വട്ടം എഴുതിയാൽ പഠിക്കാൻ പറ്റത്തില്ല. വാട്ട് ഈസ് റൂട്ട്? The part of a plant below the soil is called the root. Leaves are called kitchen of the plant. Leaves prepare food for the plants, hence they are called kitchen of the plant. പഠിപ്പിക്കുന്ന എത്ര തന്നെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇവരെ കൊണ്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഇത് എഴുതിപ്പിക്കാറുണ്ട്. എന്നാലേ ഇതും പഠിക്കും. നമ്മുടെ മഹാദേവന് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ. പക്ഷെ പഠിച്ചതിനകത്ത് ഒരു കാര്യം അവന് സംശയം. മറ്റൊന്നുമല്ല, നമ്മുടെ അന്തരീക്ഷത്തില് ഓക്സിജനും നൈട്രജനും കാർബൺ ഡയോക്സൈഡും അല്ലാതെ മറ്റേതെല്ലാം തരത്തിലുള്ള വാതകങ്ങളുണ്ടെന്ന്. അത് പിന്നെ എഴുതിപ്പിച്ച് ഞാൻ പഠിപ്പിക്കുകയാണ്. പിന്നെ സ്റ്റിക്കി നോട്ട് നമുക്ക് വേണമല്ലോ. അങ്ങനെ നമ്മുടെ റിച്ചു എന്നെ കുറെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ, എല്ലാം അടുക്കി വെക്കാനായിട്ട്. അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേനും ഞാൻ റിച്ചുവിനെ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഇന്നത്തെ ക്ലാസ് തീർന്നു. ഇനി നാളെ